നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. യോഹന്നാന്റെ ലേഖനത്തിലെ ഒരു വാക്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്നത്. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7, 8, 9, 10 ഈ വാക്യങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ ചിന്തിച്ചു. ഇന്ന് 11-ാം വാക്യമാണ് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത്. അത് മേൽ പറഞ്ഞ വാക്യങ്ങളുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എന്നാൽ ഞാൻ ഇപ്പോൾ പ്രസ്താവിച്ചതുപോലെ ഒരു ചെറിയ ക്ലൂ ഞാൻ തരാം. ഈ ലേഖനം വാർദ്ധക്യത്തിലായിരിക്കുന്ന ജോൺ ഇതെഴുതുമ്പോൾ ആ കാലഘട്ടത്തിലെ ദുരുപദേശകർ അവർക്ക് ഖണ്ഡനമാണ്. സഭയ്ക്കകത്തു നിന്ന് പോയ പലർ സഭയെ സ്വാധീനിക്കാൻ അന്ന് ശ്രമിച്ചു. അതിൻ്റെ വെളിച്ചത്തിലാണ് ജോൺ ഈ കാര്യങ്ങൾ എഴുതുന്നത്. യഥാർത്ഥ വിശ്വാസിയെ എങ്ങനെ തിരിച്ചറിയാം? യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവനെ എങ്ങനെ തിരിച്ചറിയാം? ആത്മാവുണ്ടെന്ന് പറയുന്ന എല്ലാവർക്കും ആത്മാവില്ല, ക്രിസ്തുവിൻ്റെ ആത്മാവില്ല എന്നിങ്ങനെയുള്ള വളരെ കാതലായ കാര്യങ്ങൾ ഈ ലേഖനത്തിൻ്റെ പശ്ചാത്തലമായി മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ദുരുപദേശമായിരുന്നു നോസ്റ്റിക് മതത്തിൻ്റെ ദുരുപദേശം. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്ന ഒരു കൂട്ടരുണ്ട്, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം നിഷേധിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ വൻപൻ ദുരുപദേശങ്ങളിൽ ആളുകളെ എത്തിച്ചു. എന്നിട്ടിങ്ങനെ വലിയ ജ്ഞാനം, വെളിപ്പാട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു, ഭയങ്കര ആത്മീകരാണെന്ന് പറയുന്നവർ ദൈവസഭയിൽ വിശ്വസ്തമായിട്ട് കടന്നു വരുന്ന ദൈവജനത്തെ കൂടെ തെറ്റിദ്ധാരണയിലാക്കുവാനായി ശ്രമിച്ചു. അവരെയൊക്കെ യോഹന്നാൻ വിളിക്കുന്നൊരു പേരുണ്ട്, എതിർ ക്രിസ്തു, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന. അപ്പൊ ഇത് ഒരു പുതിയ കാര്യമല്ല. എക്കാലത്തും ദൈവസഭ അഭിമുഖീകരിച്ച പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് ക്രിസ്തുവിനും ക്രിസ്തുവിൻ്റെ ഉപദേശത്തിനും അപ്പോസ്തോലിക ഉപദേശത്തിനും ചേരാത്ത ദുരുപദേശം പറയുന്ന ആളുകൾ ദൈവസഭയെ മലിനപ്പെടുത്തുവാൻ, സഭാവിശ്വാസികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇത് നന്നായി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യമാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിലും ഞാൻ ഇപ്പോൾ പറഞ്ഞതിന് പിന്താങ്ങിക്കൊണ്ട് 2 വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾ നോക്കിയേ, 1 യോഹന്നാൻ 3-ാം അധ്യായം 24-ാം വാക്യം. അത് 3-ാം അധ്യായത്തിൻ്റെ ഏറ്റവും അവസാന വാക്യമാണ്. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. അപ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് എങ്ങനെ അറിയാം? ബൈ ദ സ്പിരിറ്റ് ഹി ഹാസ് ഗിവൺ us. ഇത് പറഞ്ഞ് ഉടൻ അടുത്ത വാക്യം എന്താ? അടുത്ത വാക്യം നിങ്ങൾ 3-ാം അധ്യായത്തിൽ കാണത്തില്ല. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ. ആത്മാവിനാൽ അറിയാം ദൈവത്തിൻ്റെ മക്കളാണോ അല്ലയോ എന്ന്. ഒട്ടൻ പറയുക, ആത്മാക്കളെ ശോധന ചെയ്യണം. ആര് ശോധന ചെയ്യും? അവരവർ ശോധന ചെയ്യണം. അപ്പം ആത്മനിറവുണ്ട്, കൃപയുണ്ട്, വരവുണ്ടെന്നും പറഞ്ഞ് വീട്ടിൽ കയറി വരുമ്പോൾ
ഞാൻ വലിയ പണ്ഡിതനാ എന്നൊന്നും പറഞ്ഞാൽ നമ്മളങ്ങനെ ചായരുത്. ഓഹോ, അപ്പം അങ്ങനെ അല്ലേ? അതല്ല. ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യണം. എന്നിട്ട് ഒരു അടയാളം, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പറയും, ഓക്കെ, നമ്മളെല്ലാവരും അത് സ്വീകരിക്കുന്നു. എങ്ങനെ? അക്കാഡമിക്കലായിട്ട് സ്വീകരിക്കുന്നു? ഒരു പക്ഷേ സ്വീകരിക്കും. അങ്ങനെ ജഡത്തിൽ വെളിപ്പെട്ട യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ദ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ്, ആ യേശുവിനെ അനുഗമിക്കുന്നവരാണെന്നൊന്നുകൂടെ നോക്കണം. പലർക്കും പ്രിയരെ, വ്യത്യസ്ത ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ നിന്ന് പെന്തക്കോസിൽ വന്നു കഴിഞ്ഞ് പണ്ടത്തെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലിരിപ്പുണ്ട്. അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. അവർക്കിഷ്ടമില്ലാത്ത ഒരു രീതിയിലാണ് ദൈവസഭ പോകുന്നതെങ്കിൽ ഉടനെ കലക്കുക. അങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക, അവരിൽ നിന്ന് വേർപെടുക. വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തിൽ പറയാം, ഇവിടെ അങ്ങനെ ഒരു വലിയ പുരുഷാരത്തെ ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയിലല്ല. ഇവിടെ കർത്താവിൻ്റെ ഉപദേശങ്ങൾ മനസ്സിലാക്കി ക്രിസ്തീയ ജീവിതം വാസ്തവമായി ജീവിച്ച് സ്വർഗത്തിൽ പോകാൻ കുറച്ച് സാധുക്കൾ ഇറങ്ങിയിട്ടുണ്ട്. അവർക്കുള്ള ടീച്ചിങ് ഇവിടെ കൊടുക്കുന്ന, മിടുക്കന്മാർക്കല്ല. സ്റ്റിയറിംഗ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നുള്ള നിങ്ങൾക്ക് നല്ലത് വേറെ എവിടെയെങ്കിലുമാണ്. അത് ശരിക്കും നന്നായി മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാം, ഇവിടെ ഒരു പരിപാടി നടക്കത്തില്ല. ഇവിടെ വന്ന് ദൈവവചനം ശ്രദ്ധിച്ച് വചനമനുസരിച്ച് ജീവിക്കുക. പക്ഷെ ആ സഭയിൽ അങ്ങനെ അല്ലല്ലോ, ഈ സഭയിൽ അങ്ങനെ അല്ലല്ലോ. അല്ലായിരിക്കാം, ആ സഭയെ കോപ്പി ചെയ്യല്ല. ഇവിടെ ഉള്ള നേതൃത്വത്തിന് ദൈവം ഒരു കാഴ്ചപ്പാട് കൊടുത്തിട്ടുണ്ട്. ആളുകളെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് രക്ഷിക്കപ്പെട്ടവരെ ക്രിസ്തുവിൻ്റെ അനുയായികളാക്കി തീർക്കുക, ഡിസൈപ്പിളിങ് ദം. അത് ഇന്നും ഇന്നലെ ഉണ്ടായ ദർശനമല്ല. ആദി മുതൽ ദൈവവചനത്തിന് ശ്രദ്ധിച്ച് മുൻതൂക്കം കൊടുത്തു പോകുന്ന ചർച്ച. അതുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രൈവറ്റ് പരിപാടി ചർച്ച നടക്കത്തില്ല. ശരിക്കും മനസ്സിലായല്ലോ. മലയാളം മേ ബോല, चाहिए तो हिंदी में भी बोलेगा. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ തന്നെ നിങ്ങൾ കണ്ടോ, ഇങ്ങനെയുള്ളവരെ യോഹന്നാൻ വളരെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനാണെങ്കിലും ഭയങ്കര കാട്ടി വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അപ്പം ഇത് ഈ പശ്ചാത്തലം നിങ്ങളോടൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ലേഖനങ്ങൾ മിക്കതും എഴുതിയത് ദുരുപദേശകരുടെ ഖണ്ഡനമായിട്ടും ആണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിലും അവിടുന്ന് കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിരുന്നു. അവരെ അവരുടെ ഫലത്താൽ അറിയാമെന്ന് കർത്താവ് വളരെ വ്യക്തമായി മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലൊക്കെ കർത്താവ് പറഞ്ഞത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടും ഉണ്ട്. അപ്പോൾ ഈ ലേഖനത്തെ നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോഴും ഇത് നമ്മുടെ മൈൻഡിൽ വേണം. കലക്കം നിമിത്തം ഇവ രക്ഷിക്കപ്പെട്ടവരാരാ, രക്ഷിക്കപ്പെടാത്തവരാരാ, രക്ഷിക്കപ്പെട്ടവരുടെ ക്വാളിറ്റി എന്താ എന്നതുപോലും
വേണ്ട നിലയിൽ തിരിച്ചറിയാതെ ഒരു കൂട്ടർ ദൈവസഭയിലായിപ്പോയി. ദുഃഖകരമാണത്. അങ്ങനെ നമുക്ക് ഉണ്ടാകരുത്. അതിനാണ് ഇതൊക്കെ ഇത്ര തെളിച്ച് നേരിട്ട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. 11-ാം വാക്യം, പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചു എങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. അപ്പം ഈ വാക്ക് പോലും എഴുതുന്നത്, എന്നിട്ട് സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യം പറയുന്നുണ്ട്. അതെല്ലാം വലിയ ജ്ഞാനികളാണെന്ന് പറയുന്നവരിൽ കാണുന്നില്ലിത്. അവർക്കിത് ഖണ്ഡനമാണ്. സഭയിൽ പരസ്പരം സ്നേഹിക്കുന്നവർക്ക് അവരെ പിന്താങ്ങുകയാണ്. നിങ്ങളാണ് റിയലി ദൈവമക്കൾ. അപ്പം ഈ ആശയം, ഇതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ആശയം നമ്മൾ വിടരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ ആ പശ്ചാത്തലത്തിൽ നിന്ന് ഈ വാക്യം വ്യാഖ്യാനിക്കാൻ പോകുകയാണ്. ഒന്നുകൂടെ അത് ഞാൻ വായിക്കാം. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. 4-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ 7-ാം വാക്യം, 11-ാം വാക്യം, 12-ാം വാക്യം 3 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. 7-ാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ. 11-ാം വാക്യം ഞാൻ ഇപ്പോൾ വായിച്ചു. 12-ാം വാക്യത്തിൽ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, നാം അന്യോന്യം സ്നേഹിക്കുന്നു എങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. 3 തവണ അന്യോന്യം സ്നേഹിക്കണമെന്നുള്ളത് എടുത്തു പറയുമ്പോൾ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ പാസേജിൻ്റെ, ടെക്സ്റ്റിൻ്റെ മുഖ്യ സന്ദേശം അതാണ്. ലവിങ് വൺ അനദർ. ഇനി ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ, ആ ഇങ്ങനെ സ്നേഹിക്കുന്ന അനുഭവമാണ് കഴിഞ്ഞ ആഴ്ചയിൽ 9-10 വാക്യങ്ങൾ നമ്മൾ വായിച്ചത്. ഞാനത് വായിച്ചോളാം. അതാണ് അടിസ്ഥാനം, അതാണ് ഫൗണ്ടേഷൻ. അവിടെ നിന്നുകൊണ്ടാണ് ഈ 11-ാം വാക്യത്തിലെ ആപ്ലിക്കേഷൻ വരുന്നത്. ദൈവം ക്രിസ്തുവിൽ നമ്മളെ സ്നേഹിച്ചത് 9-10 വാക്യത്തിൽ വളരെ കൃത്യമായി ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് വിശദീകരിച്ചതിൻ്റെ പിൻപിലുള്ള ഉദ്ദേശം, അത് നമ്മൾ കാണേണ്ടത്. അതറിയാതെ പരസ്പര സ്നേഹം എങ്ങനെയാണെന്നറിയില്ല. സ്തോത്രം. അപ്പൊ ഈ ആപ്ലിക്കേഷൻ 11-ാം വാക്യത്തിൽ നടത്തുന്നതിന് മുൻപ് 9-10 വാക്യത്തിൽ അതിൻ്റെ ഫൗണ്ടേഷനാണ് അവിടെ പറയുന്നത്. അപ്പൊ ഈ 11-ാം വാക്യം ആപ്ലിക്കേഷനായിട്ട് ചിന്തിക്കണം. അപ്പോൾ തന്നെ 7-ാം വാക്യത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. ആ 7-ാം വാക്യത്തിൽ പറയുന്നതാണ് 11-ാം വാക്യത്തിൽ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. അപ്പൊ ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു ക്വാളിറ്റി ഓഫ് ലവ് ഉണ്ട്. ആ ക്വാളിറ്റി ഓഫ് ലവ് പ്രദർശിപ്പിക്കുന്നവരാണ് ദൈവം ജനിപ്പിച്ച ആളുകൾ. 7-ാം വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചത് തന്നെയാണ് 11-ാം വാക്യത്തിൻ്റെ ആരംഭം, ആ 11-ാം വാക്യത്തിൻ്റെ ആശയം. ഇനി അതിൻ്റെ പ്രാരംഭം ഒന്ന് ചിന്തിക്കുക. ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ, 9-10 വാക്യം ഇനി ഞാൻ വായിക്കാം. അവിടെയാണ് എങ്ങനെ സ്നേഹിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. എല്ലാവരും അത് മനസ്സിലാക്കണം. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു. പർപ്പസ് എന്താ ലോകത്തിലേക്ക് അയച്ചത്? നാം അവനാൽ ജീവിക്കേണ്ടതിന്.
എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ലവ് വാസ് മാനിഫെസ്റ്റഡ്. മറ നീക്കി ദൈവത്തിൻ്റെ സ്നേഹം പ്രദർശിക്കപ്പെടുകയാണ്. എന്താണ്? നാം അവനാൽ ജീവിക്കേണ്ടതിനാണ് പിതാവാം ദൈവം പുത്രനെ അയച്ചിരിക്കുന്നത്. സ്തോത്രം. അതിൽ അന്തർലീനമായി കിടക്കുന്ന ആശയം, ജീവിക്കേണ്ടതിനാണ് പുത്രൻ വന്നത്. അവിടുത്തേതിൽ വിശ്വസിക്കുന്നവർക്കാണ് ജീവൻ ഉണ്ടാകുന്നത്. യോഹന്നാൻ 3:15. അയക്കപ്പെട്ട പുത്രനിൽ വിശ്വാസം അർപ്പിക്കപ്പെടാത്തവർ, ഈ വാക്യത്തിൽ അന്തർലീനമായി കിടക്കുന്നത്, ജീവനില്ലാത്തവരാണ്. അവർ മരിച്ചവരാണ്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരാണ്. What is God's love towards you? It's not giving you a car, not giving you a big career, not giving you money. God manifested His love in Christ. Jesus was sent by the Father so that He would give those who believe in Christ life eternal. അതിൽ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള കാര്യം, യു ആർ ഡെഡ് ഇൻ യുവർ സിൻസ് ഇഫ് യു ഹാവ് നോട്ട് ബിലീവ്ഡ് ഇൻ ക്രൈസ്റ്റ്. വാട്ട് എ സ്റ്റേറ്റ് ടു ബി ഇൻ. അങ്ങനെയുള്ളവരുടെ ഭാവി എന്താണ്? യോഹന്നാൻ 3:16 എല്ലാവർക്കും അറിയാമല്ലോ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, അടുത്തെന്താ? വിശ്വസിക്കാത്തവൻ നശിക്കുമെന്നല്ലേ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? അതേ അധ്യായത്തിന്റെ 36 വാക്യത്തിൽ ദൈവത്തിന്റെ കോപമാണ്. അതേ അധ്യായത്തിന്റെ 18 വാക്യത്തിൽ the judgment of God is on you, those who have not trusted in Jesus. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹത്തെ ദൈവത്തിന്റെ പുത്രനിൽ പ്രദർശിപ്പിച്ചതിനെ പുറങ്കാലുകൊണ്ട് തട്ടിയാൽ ഒരു ദാരുണമായ അവസാനമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, ആ നാശം നിത്യ നരകമാണ്. വിശ്വസിക്കുന്നവന് നിത്യജീവൻ. നിത്യജീവന്റെ ഓപ്പോസിറ്റാണ് നിത്യനാശം. നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ, ദാറ്റ് ഈസ് ഗോഡ്സ് ലവ്. ഇത് ഡയല്യൂട്ട് ചെയ്ത് ലോകത്തിലെ ചില കംഫർട്ട്സിലേക്ക് മാത്രം പരിമിതപ്പെടുത്തുമ്പോൾ നമ്മൾ മിസ്ഗൈഡഡ് ആകുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ കാറിലോ വീടിലോ അല്ല പ്രിയരെ. അത് കോമൺ ഗ്രേസ് ആണ്, എല്ലാവർക്കും ലഭിക്കുന്നു. ആത്യന്തികമായി ദൈവത്തിൻ്റെ സ്നേഹം നരകത്തിൽ നമ്മളെ വിടാതെ നമ്മെ രക്ഷിക്കാൻ ഒരു രക്ഷകനെ ആവശ്യമാണ്. And God sent His Son to save us. To save us from what? ശ്രദ്ധിച്ച് കേൾക്കണം. From God Himself. ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് no one can save us. ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ ദൈവത്തിനെ കഴിയൂ. പാപിയുടെ മേൽ ദൈവത്തിൻ്റെ കോപമാണ്. അതിൽ നിന്ന് പാപിയെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവസ്നേഹത്തിലാണ് അവിടുത്തെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിൽ അയക്കുന്നത്. ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചു. 10 വാക്യം, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചു എന്ന് 9 വാക്യത്തിൽ എംഫസിസ് ഓൺ ദി ഇൻകാർണേഷൻ. 10 വാക്യത്തിൽ നോക്കുകയും, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. വാട്ട് ഈസ് ട്രൂ ലവ്? God sent His Son not just to come as a tourist here. പ്രായശ്ചിത്തമാകുവാൻ ദൈവം അയച്ചു. പ്രൊപ്പീഷിയേഷൻ. നമുക്ക് ആ വാക്കിൻ്റെ അർത്ഥം അറിയാം. ഞാനത് ഇന്ന് വിവരിക്കാൻ സമയം എടുക്കുന്നില്ല.
ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. എന്നിട്ട് 11 വാക്യത്തിൽ ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചു എങ്കിൽ. എങ്ങനെ സ്നേഹിച്ചു? ഈ മേൽ പറഞ്ഞ വാക്യത്തിൽ ദൈവത്തിൻ്റെ പുത്രനെ അയച്ചത് സാക്ഷാൽ സ്നേഹമാണ്. നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകാൻ അയച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ സ്നേഹം കാണിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെയാണ് നമുക്ക് അയച്ചത്, ഒരു മാലാഖയല്ല അയച്ചത്. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ, അതുല്യനായ പുത്രൻ, ദൈവമായ പുത്രൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അയച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പം എഴുത്തുകാരൻ്റെ ഉദ്ദേശം ഈ 9-ാം 10-ാം വാക്യം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിൻ്റെ പിൻപിൽ പ്രായോഗികമായ ഒരു ഉദ്ദേശമുണ്ട്. അതാണ് 11-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ. റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമ്മളെല്ലാവരും കൂടെ മാനസാന്തരപ്പെട്ട് നല്ലവരായി തീർന്നിട്ട് നമ്മളെ സ്നേഹിക്കുകയല്ല, പാപികളായിരിക്കുമ്പോൾ തന്നെ ലോക മനുഷ്യരെ ദൈവം സ്നേഹിച്ചു. ദൈവം നമ്മളെ അങ്ങനെയാ സ്നേഹിച്ചത്. ആ സ്നേഹമാണ് പരസ്പരം വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകേണ്ടത്. ആ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം ഉപാധികളില്ലാത്ത സ്നേഹമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അട്രാക്റ്റീവ്നെസ് കൊണ്ട് നമ്മളെ സ്നേഹിച്ചതല്ല. നമ്മൾ ഏതാണ്ട് വളരെ മെച്ചപ്പെട്ടവരും വളരെ കൊള്ളാവുന്നവരുമായതുകൊണ്ട് അത്യുന്നതനായ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു, സ്നേഹിച്ചു. ഇസ്രായേലിനെ പോലും അങ്ങനെയല്ല ദൈവം തെരഞ്ഞെടുത്തത്. എണ്ണത്തിൽ നിങ്ങൾ ചുരുക്കമുള്ളവരായിരുന്നു, എന്നിട്ട് നിങ്ങളെ തെരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ പാപികളെ രക്ഷിക്കാൻ തിരുഹൃദയത്തിൽ ആണ് ഈ സ്നേഹം ഉടലെടുക്കുന്നത്. നമ്മളിൽ ഒരു ഗുണവും മണവും കണ്ടിട്ടല്ല. അതാണ് ദൈവസ്നേഹം. ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കണം. എങ്കിലേ നമുക്ക് 11-ാം വാക്യത്തിൽ പ്രോപ്പറായി അതിൻ്റെ ആപ്ലിക്കേഷൻ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചു. വാസ്തവത്തിൽ നമ്മൾ ദൈവത്തിന് വെറുപ്പുണ്ടാക്കിയവരാണ്. We were repulsive to God. ദൈവത്തിന് വെറുപ്പ് ഉണ്ടാക്കിയവരാണ്. നമ്മിൽ തന്നെ ദൈവത്തിന് പ്രിയപ്പെടുവാൻ ഒന്നുമില്ലായിരുന്നു, എന്നിട്ട് നമ്മളെ സ്നേഹിച്ചു. നമുക്ക് ദൈവത്തോട് ശത്രുതയായിരുന്നു, എന്നിട്ടും അവിടുന്ന് ഈ ലോകത്തെ സ്നേഹിച്ചു. നമ്മുടെ ആഗ്രഹങ്ങൾ അവൻ്റെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി നിന്നു, എന്നിട്ടും ദൈവം നമ്മെ സ്നേഹിച്ചു. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഇതെന്തിനാണ് ഫൗണ്ടേഷനലായിട്ട്, ഇതെന്തിനാണ് യോഹന്നാൻ പറയുന്നത്? ഇത് മനസ്സിലായെങ്കിലേ ഇങ്ങനെയാ ദൈവം സ്നേഹിച്ചത്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. അല്ലാതെ മലയാള ഭാഷയിൽ സ്നേഹമെന്നും ഇംഗ്ലീഷ് ഭാഷയിൽ ലവ് എന്നുമുണ്ട്. ഏത് തരത്തിലുള്ള സ്നേഹത്തിനും നമ്മൾ ലവ് എന്നും സ്നേഹമെന്നും പറയുന്നത്. ഗ്രീക്ക് ഭാഷ അങ്ങനെയല്ല. ഗ്രീക്ക് ഭാഷയിൽ വ്യത്യസ്ത പദപ്രയോഗങ്ങളുണ്ട്. കുടുംബമായി അച്ഛൻ മക്കൾ തമ്മിലുള്ള സ്നേഹം സ്റ്റോർഗെ എന്ന് പറയും. സഹോദരന്മാർ തമ്മിലുള്ള ഒരു കുടുംബത്തിൽ ഫിലേയോ. നീ എനിക്ക് ഉപകാരം ചെയ്താൽ ഞാൻ നിനക്ക് ചെയ്യാം. വേറെ ഒരെണ്ണമുണ്ട്, അത് ബൈബിളിൽ ഇല്ല, എന്നാലും അവരുടെ സംസ്കാരത്തിലുള്ളതാണ്. ഈറോസ് എന്ന് പറയുന്ന ഇറോട്ടിക് ലവ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ സ്നേഹം.
അഗപ്പയോ എന്ന് പറയുന്ന സ്നേഹം, പ്രതിഫല ഇച്ഛ കൂടാതെ, കൊള്ളരുതാത്ത ആളുകൾ, മത്സരികളായുള്ളവരെ ദൈവം മുൻകൈയെടുത്ത് അങ്ങോട്ട് സ്നേഹിക്കുക. എന്തിന്? രക്ഷപ്പെടുത്താൻ. അതാ സ്നേഹം. എനിക്ക് അവൻ പറഞ്ഞപ്പോ അങ്ങ് ഫീൽ ചെയ്തു. എന്തോ അറിയാം നിനക്ക്. അങ്ങനെ ദൈവത്തിന് ഫീൽ ചെയ്യുന്ന മുഴുവനാ നമ്മുടെ കയ്യിലിരുന്നത്. പക്ഷെ ദൈവം സ്നേഹിക്കുകയാണ്. സ്തോത്രം. ഇത് മനസ്സിലാക്കണം. അടിസ്ഥാനപരമായി സ്നാനപ്പെട്ടേച്ച് വന്ന് പാരം വെച്ച് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് നടക്കുന്നവരൊക്കെ ഓർത്തണോ ഇത്? രക്ഷിക്കപ്പെട്ടെന്നുള്ളതിൻ്റെ തെളിവെന്താണെന്ന് ഇന്ന് പകൽ മനസ്സിലാക്കണം. ഒരു ലെവലുമില്ല. നേരത്തെ എവിടെയായിരുന്നു? നേരത്തെ ഇന്ന ക്രൈസ്തവ വിഭാഗത്തിലായിരുന്നു. ഇപ്പം എവിടെ? ഇപ്പം ഇവിടെ. എന്നാ വന്നേ? വന്നു. ചിലർ വരുന്നത് പൾസ് ഒന്ന് മനസ്സിലാക്കാനല്ലേ. എന്തോ അവിടെ നടന്നത്, ഓൺലൈനല്ല ഓഫ് ചെയ്ത് കഴിഞ്ഞ് പിന്നെന്തോ പറഞ്ഞു. അപ്പം ഇത് കഴിഞ്ഞാൽ ഉടനെ ഇന്നെക്കുറിച്ച് ആയിരുന്നോടാ? യോ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ എന്താ എനിക്കറിയത്തില്ല. എത്ര അടി കൊണ്ടാലും മനസ്സിലാകാത്ത പുള്ളികളുണ്ട്. അടി കൊണ്ടു മനസ്സിലാകാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? അല്ല, എല്ലാവർക്കും അടി കൊള്ളുന്നു, അപ്പം എനിക്കും കൊണ്ടു. ഗുഡ്. നന്മയുടെ വഴി പറഞ്ഞു തരിക. രക്ഷപ്പെടു പ്രിയരെ. സ്തോത്രം. എല്ലാവരും പാപം ചെയ്യുന്നു, ഞാനും അതുകൊണ്ട് ചെയ്യുന്നു. അതൊന്നുമല്ല ന്യായീകരണം. നമ്മൾക്ക് അവനോട് ശത്രുതയായിരുന്നു. ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു. ശരിക്കും നമ്മുടെ പൂർവകാല അനുഭവമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആലോചനയെ പുറങ്കാല് കൊണ്ട് ചവിട്ടിക്കളഞ്ഞവരാണ്, മെതിച്ചവരാണ് നമ്മൾ. അവിടുന്ന് ധാരാളമായി പകരുന്ന കൃപയെ അലക്ഷ്യമാക്കിയവരാണ് നമ്മൾ. അവിടുത്തെ കൽപ്പനകളെ നമ്മൾ ബ്രേക്ക് ചെയ്തവരാണ്. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടും ഇതിനപ്പുറമായി വറ്റിപ്പോകാത്ത ഒരു സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. നമ്മൾ കാണിച്ചതും ചിന്തിച്ചതിനും ഒപ്പ് ദൈവം നമ്മളോട് ചോദിക്കുകയായിരുന്നെങ്കിൽ പ്രിയരെ, നമ്മൾ എത്ര പേര് ഭൂമിയിൽ നിന്ന് ജീവനോടെ കണ്ടേനെ? ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ ധ്യാനിക്കുമ്പോഴാണ് ഓട്ടോമാറ്റിക്കായി നമ്മുടെ അന്തരാത്മാവിൽ സ്തുതി സ്തോത്രങ്ങൾ പൊങ്ങി വരുന്നത്, ആരാധനയായി വെളിപ്പെടുന്നത്. അതാണ് ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട് തന്നെ. ഗോഡ് ഈസ് ലവ്. 1 യോഹന്നാൻ 4:8 അവസാന വാക്ക്. 16 വാക്യത്തിൽ പിന്നെയും ഗോഡ് ഈസ് ലവ്. അവിടുന്ന് നമ്മളോട് വലിയ സ്നേഹമാണ് കാണിച്ചത്. പ്രൈസ് ദി ലോർഡ്. നമ്മളിൽ ഒന്നും സ്നേഹിക്കാൻ തക്കവണ്ണം ഇല്ലായിരുന്നു. നാം എല്ലാവരെ പോലെ നഷ്ടപ്പെട്ടവരായിരുന്നു. നമ്മൾ പാപികളായിരുന്നു, നീചന്മാരായിരുന്നു, ധിക്കാരികളായിരുന്നു, കുറ്റവാളികളായിരുന്നു, മലിനപ്പെട്ടവരായിരുന്നു. നമ്മൾ ആളുകളെ ദുഷിച്ചവരാണ്, വളരെ മോശമായി ദൈവസന്നിധിയിൽ പെരുമാറിയവരാണ്. എന്നിട്ടും ഗോഡ് ചോസ് ടു ലവ് us. ആരും പ്രേരിപ്പിച്ചല്ല, ഗോഡ് ചോസ്. ദൈവം എടുത്ത തീരുമാനമാണ്, ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലുണ്ടായതാണ്. ടു ലവ് ദിസ് പേഴ്സൺ, ടു ലവ് ദ വേൾഡ്. അതാണ് ദൈവസ്നേഹം. അതാണ് ദൈവസ്നേഹം. ഇത് മനസ്സിലാക്കണം. അത് രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അവിശ്വാസിക്ക് ഇത് മനസ്സിലാകത്തില്ല. കാരണം അവനിത് അനുഭവിച്ചിട്ടില്ല.
രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഇത് അനുഭവിച്ചവരാണ്. എന്നിട്ട് ആ വാക്യത്തിന്റെ 11-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. അപ്പൊ ആ വാക്യം നിങ്ങൾ പൂർണ്ണമായിട്ട് നോക്കുകയെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചു എങ്കിൽ, അതാണ് ഞാൻ ഇപ്പോൾ വിവരിച്ചത്, നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ഒരു ബാധ്യതയാണ്, ഇതൊരു ഒബ്ലിഗേഷനാണ്. ഇഫ് ഗോഡ് ലവ്ഡ് യു ലൈക്ക് ദിസ്, യു ought to love one another. നിർബന്ധമായി അതാണ് നമ്മളിൽ ദൈവം പ്രതീക്ഷിക്കുന്നത്. സെൽഫ്ലെസ് ലവ്. ലോകത്തിൽ നമ്മൾ കാണുന്നത് സെൽഫിഷ് ലവ്. ഈ കൂട്ടായ്മയിൽ, ഈ സ്നേഹബന്ധത്തിൽ എനിക്കെന്ത് കിട്ടും, അതാണ് ലോകത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം അതല്ല. ദൈവം സാക്രിഫിഷ്യലായി കൊടുത്തു സ്നേഹിക്കുക. ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ ഫോർ us. ഇത് മനസ്സിലാകുമ്പോൾ, മനസ്സിലായ ദൈവമക്കളോട് പറയാണ്, നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ത്യാഗപൂർണമായി അവിടുത്തെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ God gave his best എന്നതുകൊണ്ട് വിശുദ്ധന്മാരുടെ ഒബ്ലിഗേഷനാണ് we ought to love one another. Praise the Lord. ഇത് രക്ഷിക്കപ്പെട്ട് പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഈ ഒരു കാര്യം ചെയ്യുവാൻ കഴിയൂ എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഈ ദൈവത്തിൻ്റെ പുത്രനിലൂടെ നമ്മൾക്ക് പകർന്ന ഈ വലിയ സ്നേഹം ആണ് നമ്മെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് എൻ്റെ കൂട്ടു സഹോദരനെ സ്നേഹിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രസംഗിക്കും ഇവിടെ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും ഇതാവശ്യമാണ്. നമ്മൾക്ക് ഈ വിഷയത്തിൽ ഒരു മാനസാന്തരം ആവശ്യമാണ്. സ്തോത്രം. ആത്മാവിനാൽ നടത്തപ്പെടുന്ന ദൈവത്തിൻ്റെ സഭയിൽ ഇതാണ് കണ്ടുവരേണ്ടത്. ശരിയായിട്ട് നമ്മൾ ദൈവമക്കളാണെങ്കിൽ, ജനിപ്പിച്ചത് പിതാവാം ദൈവമാണെങ്കിൽ, 7-ാം വാക്യം 2-ാം ഭാഗം നോക്ക്. സ്നേഹിക്കുന്നവനെല്ലാം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടോ? പിന്നെ എങ്ങനെ അറിയാം? ഒരുപാട് തെളിവുകളുണ്ട്. അതിലെ ഒരു തെളിവായത്, ഈ സ്നേഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവം സ്നേഹമാണ്. ആ ദൈവമാണ് രക്ഷയിലേക്ക് കൊണ്ടുവന്നതെങ്കിൽ, ദൈവമാണ് ജനിപ്പിച്ചതെങ്കിൽ, ഈ ദൈവസ്നേഹമല്ലേ നമ്മളിൽ നിന്നും പുറപ്പെടേണ്ടത്? എത്ര ലോജിക്കലായിട്ടാണ് യോഹന്നാൻ ഇത് പറയുന്നത്. പക്ഷെ ക്രൈസ്തവ സമൂഹത്തോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു. എല്ലാം ഉണ്ട്, ഇല്ലാത്ത ഒറ്റ കാര്യമേ ഉള്ളൂ. സ്നേഹം ഇല്ലെന്നല്ല പറഞ്ഞത്. ദിസ് കൈൻഡ് ഓഫ് ലവ്, ഇത് ഈ ലോകത്തിന് കൊടുക്കാൻ കഴിയാത്ത സ്നേഹമാണ്. ആരാധന എന്ന് പറയുന്ന പാട്ടുകളുണ്ട്, പ്രസംഗമുണ്ട്, പ്രബോധനമുണ്ട്, പ്രവചനമുണ്ട്, എല്ലാം ഉണ്ട്. എന്തുവാ ഇല്ലാത്തത്? ഇല്ലാത്ത ഒന്നേ ഉള്ളൂ, ട്രൂ ജെനുവിൻ ലവ്, ഗോഡ് കൈൻഡ് ഓഫ് ലവ്, അഗപ്പയോ ലവ്. ഇതല്ലേ നമ്മളിൽ വരേണ്ടത്. മാനസാന്തരപ്പെടാൻ തയ്യാറാകുമോ? അല്ലാതെ ഇവിടെ കുറെ ഇൻഫർമേഷൻ കിട്ടിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. സ്തോത്രം. ഇതിന് വിപരീതമായി, നേരെ ഘടകവിരുദ്ധമായിട്ടല്ലേ പലപ്പോഴും നമ്മൾ പലരെ തമ്മിൽ തെറ്റിപ്പിക്കുന്നത്. വിളി എന്തുവാ? പിതാവാം ദൈവമാണ് ജനിപ്പിച്ചതെങ്കിൽ, ദൈവത്തിൻ്റെ പുത്രനിൽ ആളുകളെ നേടേണ്ടതിന് പ്രദർശിപ്പിച്ച സ്നേഹമാണ് നമ്മളിൽ നിന്ന് ഒഴുകേണ്ടത്. അതിന് പകരം നമ്മൾ രണ്ടു കൂട്ടരെ തമ്മിൽ തല്ലിപ്പിച്ച് നമ്മളല്ലേ.
ദൈവമക്കളാകാനുള്ള ഒരു മാനദണ്ഡം ദൈവസ്നേഹം പ്രദർശിപ്പിക്കുന്നതാണെങ്കിൽ, ഈ തല്ലിപ്പിച്ചപ്പോൾ വ്യാപരിച്ചതെന്താണ്? ഇതല്ലേ കർത്താവ് ഒരിക്കൽ യഹൂദ മതനേതൃത്വത്തോട് പറയുന്നത്, യു ബിലോങ് ടു യുവർ ഫാദർ ദ ഡെവിൾ. ഒന്ന് വായിച്ചേ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യം. അവരുടെ ദേവാലയത്തിൽ യേശു പറയുകയാണ്, പ്രിയരേ, മാനസാന്തരപ്പെട്, അറിയാതെ ആയിരിക്കാം, നമ്മുടെ ജീവിതം ശത്രുവിൻ്റെ കയ്യിലല്ല കൊടുക്കേണ്ടത്. ദൈവം ജനിപ്പിച്ചു എങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവമാണ് നമ്മളിൽ വെളിപ്പെടേണ്ടത്. ഇതാണ് വേദപുസ്തകം പറയുന്നത്. യോഹന്നാൻ 8:44. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. കൊലപാതകൻ. പിന്നെ അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആകുന്നു. കൊല ചെയ്യുന്നുണ്ടോ? അതല്ലേ മത്തായി 5:21 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അവിടെ വ്യാപരിച്ചത് എന്താണ്? കള്ളം പറയുന്നുണ്ടോ? അയ്യോ, കള്ളമെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ? കള്ളവും കൊരളയും അല്ലയോ? എന്തോ രക്ഷിക്കപ്പെട്ടത് ഈ പറയുന്നത്. നമ്മുടെ ഇടയിൽ ഒരു പറച്ചിലൊക്കെ ഉണ്ട്, എന്നാ ചുട്ട കോഴിയെ ചുട്ടു കുഴിച്ചിട്ടതിനെ കൂടെ പറപ്പിക്കും. ഞാൻ അതിശയിക്കാറുണ്ട്. നമ്മളിത് ശരിക്കും മനസ്സിലാക്കണം. നമുക്ക് ഇന്നത്തെ വിശ്വാസ സമൂഹത്തെ പൊതുവെ നമ്മൾ നോക്കിയാൽ നമ്മളിപ്പോൾ ഈ പറയുന്ന മെസ്സേജ് അതിനൊക്കെ വിപരീതമാണ്. ആ പൊതുവിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ചർച്ചിനെയോ കുടുംബങ്ങളെയോ സ്വാധീനിക്കരുത്. ആത്മീയത അതിൽ പരിമിതപ്പെട്ട് നിൽക്കുക അല്ല. ട്രൂ സ്പിരിച്വാലിറ്റി ദൈവവചനത്തിലാണ് കാണാനുള്ളത്. കാരണം ആത്മീക ഗോളം തന്നെ വേറൊരു ദിക്കിലേക്ക് മാറിപ്പോയി. അത് നമ്മുടെ എക്സാമ്പിളായിട്ട് എടുത്താൽ വി വിൽ ബി ലോസ്റ്റ്. ശരിയായ ആത്മീയത ക്രിസ്തുവിൻ്റെ വചനത്തിൽ, അപ്പോസ്തലന്മാരുടെ വചനത്തിലും ക്രിസ്തുവിൻ്റെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് കാണാൻ കഴിയും. അതിലേക്കാണ് ക്രിസ്തുവിൻ്റെ ആത്മീക ശരീരമാം സഭ മടങ്ങി വരേണ്ടത്. ഇങ്ങനെ ദൈവം നിങ്ങളെ സ്നേഹിച്ചെങ്കിൽ നിങ്ങളും അന്യോന്യം. പക്ഷെ അതിന് പകരം നമ്മളിൽ പലപ്പോഴും വെളിപ്പെട്ടതെന്താ? വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ രണ്ടുപേരെ തമ്മിൽ കൂട്ടി തല്ലിക്കുക. വെറുതെ വാട്സാപ്പിലൂടെ മറ്റേലൂടെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു ആളുകളിൽ സംശയത്തിൻ്റെ വിത്തുകൾ ഇടുക. അത് ദൈവാത്മാവിലല്ല. നിങ്ങളിൽ ചിലർ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. രക്ഷപ്പെട്ടോളിൻ, അല്ലെങ്കിൽ ഇവിടെ വന്നിരുന്ന് നരകത്തിൽ പോവും. എനിക്ക് നിങ്ങളോട് ഈ വചനത്താൽ പറയാനുള്ളത്, ഈ സ്നേഹനിധിയാകുന്ന പിതാവ് നമ്മെ ജനിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്നു എങ്കിൽ അവിടുത്തെ മഹത്വമുള്ള നാമത്തിന് ദൂഷണം കൊണ്ടുവരരുത്. യഹൂദനെ കുറിച്ച് പറയുന്നു, നിങ്ങൾ നിമിത്തം ജാതികളുടെ ഇടയിൽ ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുന്നു. ഇതാണ് പൊതുവെ ഇന്ന് നടക്കുന്നത്. സ്തോത്രം.
മാനസാന്തരപ്പെടാം. നമുക്ക് ദൈവസന്നിധിയിൽ മടങ്ങി വരാം. റോമാലേഖനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അല്പമായിട്ട് മാറി യോഹന്നാൻ്റെ ലേഖനം നമ്മൾ എടുക്കുകയാണ്. ഇത് ഈ ചർച്ചിനോടുള്ള ദൈവത്തിൻ്റെ ദൂതാണ്, കടന്നു വരുന്നവരോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. എങ്ങനെ അറിയാം നിങ്ങൾ രക്ഷിക്കപ്പെട്ടോന്ന്? ഈ നേച്ചറാണ് പുറത്തു വരേണ്ടത്. ദൈവം നമ്മളെ ഒരു മഹാസ്നേഹത്താൽ സ്നേഹിച്ചു. എപ്പോഴ്? അയ്യോ, ഒന്നും നമ്മളിൽ കൊള്ളാവുന്നതില്ലായിരുന്നു, അൺലവബിളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം അവിടുത്തെ കരുണയാൽ, സ്നേഹത്താൽ നമ്മളെ സ്നേഹിച്ചത്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ നാം കടംപെട്ടിരിക്കുന്നു. അത് നമുക്ക് സ്വയമേ കഴിയത്തില്ല. അവിടുത്തെ ആത്മാവ് നമ്മളിൽ വന്ന് സ്ഥിരമായി താമസിച്ചെങ്കിലേ ഇതുപോലുള്ള സ്നേഹം നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അപ്പം ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം നമ്മളെ എപ്പോഴാണ് സ്നേഹിച്ചേ? കൊള്ളരുതാത്തവരായിരുന്നപ്പോൾ, മത്സരികളായിരുന്നപ്പോൾ. ശരിക്കും നമ്മളെ സ്നേഹിക്കാൻ തോന്നുമോ? ഇല്ല. പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹം അതാണ്. ആ ദൈവം നമ്മളെ ജനിപ്പിച്ചെങ്കിൽ പ്രകൃതം കണ്ടാൽ സ്നേഹിക്കാൻ കൊള്ളത്തില്ലെങ്കിലും നമ്മളിലും എന്താ വരേണ്ടത്? ദാറ്റ്സ് ദ പോയിന്റ്. ദാറ്റ്സ് ദ പോയിന്റ്. സ്തോത്രം. ഇതിനകത്ത് മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. എന്തിനാ ഇങ്ങനെ എഴുതുന്നത്, ഇങ്ങനെ ഈ നിർദ്ദേശം തരുന്നത്? അതിൻ്റെ ഒരു കാരണം, എല്ലാവരും സ്നേഹിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് സ്നേഹിക്കാൻ, എല്ലാവരെയും സ്നേഹിക്കാൻ തോന്നത്തില്ല. എല്ലാവരെയും സ്നേഹിക്കാൻ അത്ര ഈസി അല്ല. ചിലർ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസുകളാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ആണ് ഇതുപോലെയുള്ള ശക്തമായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉദാഹരണം നമ്മൾക്ക് ജോണിലൂടെ ലഭിച്ചിട്ട് ഒരു ശക്തമായ പ്രബോധനം പരസ്പരം സ്നേഹിക്കാൻ ലഭിക്കുന്നത്. ശരിക്കും നാച്ചുറലി നമുക്ക് ചിലത്, അവൻ്റെ ഒരു നടപ്പ്, അവൻ്റെ ഒരു രീതി, എല്ലാവരെയും സ്നേഹിക്കാൻ ഡിഫിക്കൽട്ട് ആളുകൾ ചർച്ചിലുണ്ട്, കുടുംബത്തിലുമുണ്ട്. അതുകൊണ്ടാണ് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള എക്സോർട്ടേഷൻ. നമ്മുടെ ഈ സ്നേഹവും ലോകത്തിൻ്റെ സ്നേഹവും വളരെ വ്യത്യസ്തമാണ്. ലോകം തനിക്കുള്ളതിനെ സ്നേഹിക്കുന്നു. ഇങ്ങോട്ടുണ്ടല്ല അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ടടിയാണെ തിരിച്ചു പഠിക്കും. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായത് കർത്താവായ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന് 43 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ അവിടുന്ന് വാസ്തവത്തിൽ പഠിപ്പിച്ചത് ശത്രുക്കളെ പോലും സ്നേഹിക്കാനല്ലേ. എന്നാൽ ഇവിടുത്തെ പരാമർശം വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹമാണ്. നമ്മുടെ വീട്ടിൽ ബുദ്ധിമുട്ടുള്ള ക്യാരക്ടേഴ്സ് വരും. ചിലപ്പോൾ ഭാര്യയായിരിക്കാം, ചിലപ്പോൾ ഭർത്താവായിരിക്കാം, ചിലപ്പോൾ മക്കളായിരിക്കാം, മരുമക്കളായിരിക്കാം, അമ്മായിയമ്മയായിരിക്കാം. വെരി ഡിഫിക്കൾട്ട്. പക്ഷേ രക്ഷിക്കപ്പെട്ട ആളുകൾ ഈ ഈസി അല്ലാത്ത ആളുകളെ സ്നേഹിക്കുക. അതെങ്ങനെയാണ്? അവർ എക്സ്പീരിയൻസ് ചെയ്തു ദൈവത്തിൻ്റെ സ്നേഹം. അവർ തന്നെ ഡിഫിക്കൽട്ട് ആളുകളായിരുന്നു. ആ ഡിഫിക്കൽട്ടായിട്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചവർക്ക് മാത്രമേ, ഡിഫിക്കൽട്ടായിട്ടുള്ള ആളുകളെ ദൈവം നമ്മുടെ മുൻപിൽ അനുവദിക്കുമ്പോൾ നമുക്ക് സ്നേഹിക്കാൻ കഴിയുള്ളൂ. ചിലപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് വളരെ സെൽഫ് സെൻറ്റേഡ് ആയിരിക്കും. കൂടെ എങ്ങനെയാണ് ജീവിക്കുന്നത് ചോദിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടിയാണ് ദൈവം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇയാളെ കല്യാണം കഴിച്ച പിന്നെ സ്വസ്ഥത എന്ന് പറയുന്നത്
മുറ്റത്ത് പോലും വന്നിട്ടില്ല. അതിനാണ് അല്ല, അതിപ്പോൾ നോട്ട് കുറിക്കുകയൊന്നും വേണ്ട. പ്രാക്ടിക്കലാക്കുക, റിയലി പ്രാക്ടിക്കലാക്കുക നമ്മൾ. അല്ലാതെ ഇന്നൊരു സർമൺ പോലെ പറഞ്ഞു പോവല്ല. ഞാനിപ്പോൾ എന്നെ എടുക്കുക, മൈ ഫാമിലി മെമ്പേഴ്സ്, സം മേ ബി ഡിഫിക്കൾട്ട്, വളരെ പ്രായോഗികമായിട്ട് എടുക്കണം. ഒരു ലൈഫ് ചേഞ്ച് സംഭവിക്കണം. യഥാർത്ഥ ദൈവമക്കളായി തീരുമ്പോൾ അത് കാണുന്ന ലോകം പറയും നിങ്ങൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്ന്. കാരണം ഇത് ലോകത്തിന് പരിചയമുള്ള കാര്യമല്ല, ലോകത്തിൽ വ്യത്യസ്തമാണ്. ഇതുപോലെയാണ് കുടുംബത്തിലുള്ളതുപോലെ ഡിഫിക്കൽട്ടായിട്ടുള്ള സെൽഫ് സെൻറ്റേഡ് ആളുകൾ സഭയിലുമുണ്ട്. നമുക്കിഷ്ടപ്പെടത്തില്ല. അവനാണോ എന്നാ ഒത്തത് തന്നെ, നമുക്കവനെ ഇഷ്ടമല്ല. ചർച്ചിനകത്തുണ്ട്. ഇപ്പം ഞാനിത് പറഞ്ഞപ്പോൾ ചിലരുടെ പേര് വന്നില്ലേ മനസ്സിൽ? കൈവക്കണ്ട, ചർച്ചിലുണ്ട്. പക്ഷേ you still love. Why? Because God loved me. I was an unlovable person, self-centered person, selfish person. ഒരു ദൈവദാസൻ പറഞ്ഞത്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കണ്ണാടി നോക്കിക്കൊണ്ട് പാടാമായിരുന്നെന്ന്, ഹൗ ഗ്രേറ്റ് ദോ ആർട്ട്. നമ്മളത് സമ്മതിക്കത്തില്ല, പക്ഷെ ആക്ച്വലി നമ്മളതാ ചെയ്തത്. നമുക്ക് നമ്മളോടുള്ള അപ്രിസിയേഷനാ. ഓ, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ അല്ലേ? അവസ്ഥ ദൈവസഭയിലും അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ഈ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിലാണ് ദൈവത്തിൻ്റെ ഈ അപാര സ്നേഹം, ക്രിസ്തുവിലൂടെ പ്രദർശിപ്പിക്കപ്പെട്ട ആ സ്നേഹം നമ്മളിലൂടെ ഡെമോൺസ്ട്രേറ്റ് ആകേണ്ടത്. നാട്ടുകാർ പറയണ, എടാ ഈ അവനെ എങ്ങനെയാടാ സ്നേഹിക്കുന്നത്, അയ്യോ അവളെ എങ്ങനെയാ ഇവർ സ്നേഹിക്കുന്നത്, ഇവർ കൊണ്ട് നടക്കും, എന്തുവാടാ ഇത്? അവർക്ക് മനസ്സിലാക്കണം, ഇതാണ് ക്രിസ്തു പഠിപ്പിച്ച സ്നേഹം, ഇതാണ് ദൈവം ക്രിസ്തുവിൽ കാണിച്ച സ്നേഹം. സ്തോത്രം. ഒന്ന് യോഹന്നാൻ 3-ാം അധ്യായം 16-ാം വാക്യം. 1 യോഹന്നാൻ എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി തൊട്ട് നോക്കുക. യോഹന്നാൻ 4-ലല്ലായിരുന്നു, ഒറ്റപ്പുറത്ത് 3-ാമത്തെ അധ്യായം 16-ാം വാക്യം. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. വാസ്തവത്തിൽ ഇതിൻ്റെയൊക്കെ വിശദീകരണമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇത് ഈ 3:16 ഇതേ കാര്യമാണ് അപ്പോസ്തലൻ കേന്ദ്രീകരിക്കുന്നത്. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത മരണത്തിൽ വിശ്വസിച്ച് രക്ഷാനിർണയം പ്രാപിച്ച് നിത്യജീവൻ പ്രാപിച്ച ഒരാള് ഒരിക്കലും സെൽഫ് സെൻറ്റേർഡായ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകാൻ എങ്ങനെ കഴിയും? ചില സ്ലിപ്പിങ്സ് നമ്മുടെ ജീവിതത്തിൽ വന്നുവെന്ന് വരാം, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഹേറ്റിംഗ് പീപ്പിൾ, ഹൗ ക്യാൻ ദാറ്റ് ബി പോസിബിൾ? എഫേസ്യ ലേഖനം 5:1-2 വാക്യം നിങ്ങൾക്കറിയാമെന്ന വാക്യമാണ്. നോക്കിക്കേ, അപ്പോസ്തലനായ പൗലോസ് എന്താ പറയുന്നത്? ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. ദൈവത്തെ അനുകരിക്കുക. സ്തോത്രം.
ഞാൻ പറഞ്ഞല്ലോ, ഈ കത്തിൻ്റെ പശ്ചാത്തലം ദുരുപദേശകർക്ക് ഖണ്ഡനം കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ 1 യോഹന്നാൻ 3:17 നിങ്ങൾ നോക്കിക്കേ. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? ദൈവ മക്കളെന്ന് പറയുന്ന ചില ദുരുപദേശകർ പ്രായോഗിക തലത്തിൽ അവർ ഈ സ്നേഹത്തെ പ്രദർശിപ്പിക്കാതെ ഇരുന്നത് അവർക്കിതൊരു ഖണ്ഡനമായിട്ട് മാറുകയാണ്. സ്തോത്രം. അവരെക്കുറിച്ചാണ് ഈ പറയുന്ന 1 യോഹന്നാൻ 2:9. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിൽ ഇരിക്കുന്നു. ഓക്കെ, ഞാൻ എൻ്റെ മെസ്സേജ് ക്ലോസിങ്ങിലേക്ക് കൊണ്ടുവരാം. 2-3 കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. അങ്ങനെയാണെങ്കിൽ ഈ സ്നേഹം ആരോഗ്യപരമായി അനുഭവിച്ച് ഇത് പ്രദർശിപ്പിക്കണമെങ്കിൽ ആരോട്? വിശ്വാസികൾ തമ്മിൽ. അങ്ങനെയാണെങ്കിൽ വിശ്വാസ സമൂഹത്തിൽ യോഗങ്ങൾക്ക് വരണം. എല്ലാവരും യോഗത്തിൽ വന്നു, ഞാൻ വീട്ടിൽ ഇരിക്കുക, കാരണം ഞാൻ ഓൺലൈനാണ്. എങ്ങനെ സ്നേഹിക്കുമെന്നായി പറയുന്നത്? ഓൺലൈനിൽ ഹായ് ബൈ. സഭായോഗത്തിന് വരണം, വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമാകണം. അല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഈ സ്നേഹം പ്രദർശിക്കപ്പെടുന്നത്? ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് താമസിക്കുമ്പോഴാണ് വീക്കായിട്ടുള്ള ഭാര്യ ആയിരിക്കാം, വീക്കായിട്ടുള്ള ഭർത്താവായിരിക്കാം സ്നേഹം പ്രദർശിക്കപ്പെടുന്നത്. അല്ലാതെ നീ അങ്ങ് ബാംഗ്ലൂരിൽ പോക്കോ, ഞാൻ അങ്ങ് എവിടാ? അയ്യോ, ആരെങ്കിലും ബാംഗ്ലൂരുകാരുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചല്ല അല്ലേ, അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി പറയും, പുള്ളി ഇന്ന് നമുക്കിട്ടൊരു താങ്ങി ഒരു വാക്കങ്ങ് വന്നു പോയതാ ബാംഗ്ലൂർ. ലോകത്തിൻ്റെ 2 ഇടത്ത് താമസിച്ചാൽ പിന്നെ ഇതൊക്കെ അക്കാഡമിക്കലായി പറഞ്ഞ പോലെ നോട്ടിനകത്തൊക്കെ വല്ലപ്പോഴും വായിക്കാം. ഞങ്ങൾ യോഹന്നാൻ്റെ ലേഖനമൊക്കെ തീർത്തു, നമ്മൾ തീരാതെ സൂക്ഷിക്കുക. വിശ്വാസ സമൂഹത്തിൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലർ എത്തും പിടിയാണ്. ഏത് ചർച്ചിലാണ്? വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. സമൂഹത്തിൻ്റെ ഭാഗമാകണം. അല്ലാതെ എങ്ങനെയാണ് ഈ സ്നേഹം പ്രദർശിപ്പിക്കുന്നത്? രണ്ടാമത്, സമൂഹത്തിൻ്റെ ഭാഗമായി വ്യക്തികളെ നാം കൃത്യമായി നിരീക്ഷിക്കണം. എവിടെ എനിക്കൊരവസരം കിട്ടും ആ ദൈവസ്നേഹത്താൽ സ്നേഹിക്കാൻ നിരീക്ഷിക്കണം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, 12:30 ഇന്ന് പുള്ളി അവസാനിപ്പിക്കുമെന്നാണ് തോന്നുന്നത്. നമുക്ക് റിമോട്ട് ഉണ്ടായിരുന്നെങ്കിൽ 12:15 12:20 ഇവിടെ ഞെക്കിയിട്ട് അവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന്. സ്നേഹിക്കാനൊക്കത്തില്ല. നീറുന്ന 101 പ്രശ്നമാ പാസ്റ്ററെ. ആയിക്കോട്ടെ, ഞായറാഴ്ചയുടെ ദിവസം ഇവിടെ വന്ന് അല്ലെ ഉപവാസ പ്രാർത്ഥനകൾ സഭയായിട്ട് സൈറ്റിൽ വന്നു കഴിഞ്ഞ് ഗെറ്റ് ഇൻവോൾവ് വിത്ത് പീപ്പിൾ. അതാണ് പ്രായോഗികം. അല്ലെ ഇന്ന് 11 വാക്യമായിരുന്നു കേട്ടോ, 1 മണിക്കൂറോ എടുത്തത്. അല്ല, നിനക്ക് എന്നെ ഗുണം വന്നു? 1 സഭയിൽ വരണം, 2 സഭയിൽ ഈ അടുത്തിരിക്കുന്ന ആളിനെ അറിയാമോ? ഇത് എന്തോ അറിയാം, പേരറിയാം, അല്ലാതെ നമുക്കെന്തോ അറിയാം? പേരുപോലും അറിയാത്തവര് ഉണ്ട് അല്ലേ? സഭയിൽ വരുന്നു, നിരീക്ഷിക്കുന്നു. 3, നിരീക്ഷണത്തിൽ ജെനുവിനാണെന്ന് മനസ്സിലായ കേസുകൾ അറ്റൻഡ് ചെയ്യുക. അതിനാ പാസ്റ്റർ ഈ ജെനുവിന് അങ്ങനൊരു വിഷയമുണ്ട്. സ്തോത്രം. നമ്മൾ അറ്റൻഡ് ചെയ്യണം.
പക്ഷേ അറ്റൻഡ് ചെയ്യുമ്പോൾ കേട്ടോളീ, കൈ ഒരിച്ചര പൊള്ളും. വായിക്കുക 1 യോഹന്നാൻ 3:18. കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. സ്നേഹം പ്രായോഗികമാക്കിയാൽ ഇറ്റ് വിൽ കോസ്റ്റ് യു സംതിങ്. പിതാവാം ദൈവം പുത്രനെ അയച്ച് ഏകജാതനെ നമുക്ക് വേണ്ടി തകർത്താണ് നമ്മളെ സ്നേഹിച്ചത്. ഇത് നമ്മൾ ഉൾക്കൊണ്ടു, നമ്മൾ ഇതാണ് വിശ്വസിക്കുന്നത്. ഈ പിതാവ് നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നു എങ്കിൽ നമ്മുടെ സ്നേഹത്തിന് വില കൊടുക്കണം. അതാ സ്നേഹം. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. ഷെയ്ക്ക് ഹാൻഡ് പോലും കൊടുക്കാൻ നമുക്കെന്താ ബുദ്ധിമുട്ടാണ്. വാഹനമില്ലാതെ വരുന്നവർക്കൊരു ലിഫ്റ്റ് കൊടുക്കാനോ, മുന്നോട്ട് വരുന്ന ഒരു പ്രായമുള്ള വ്യക്തിക്കായി എഴുന്നേറ്റ സീറ്റൊന്ന് നോ, അതെൻ്റെ സീറ്റാ. നേരായിട്ടും സഭയിൽ അങ്ങനെ ഒരു സീറ്റ് ഉണ്ടോ? അല്ലേ? എന്താണ് പിന്നെ തടസ്സം? ഞാൻ കാറ് പാർക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ എൻ്റെ വിധം വിടും കേട്ടോ, ഞാൻ ബെന്തിക്കോസിലൊക്കെ ആണെങ്കിലും. എടി, കഴിഞ്ഞ ദിവസം നമ്മളെ പാർക്ക് ചെയ്തിട്ട് ആ തണലത്ത് അവൻ നേരത്തെ 5 മിനിറ്റ് വന്നു പാർക്ക് ചെയ്തിരിക്കുക. ഓഹോ, ക്രിസ്തു പോയി, കാൽവറി പോയി, സകലതും പോയി. വെയിലത്ത് വണ്ടി ഒന്ന് കിടന്നതാണ് വിഷയം. സീറ്റൊന്ന് കിട്ടാതിരുന്നതാണ് വിഷയം. എല്ലാ ചൈതന്യവും പോയി. മറ്റേത് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തൊരു ദൈവസാന്നിധ്യം. ഇപ്പം എന്താ പറയുന്നത്? എന്താ വിഷയം? എന്താ സിസ്റ്ററുടെ വിഷയം? എന്താ? നമ്മുടെ വണ്ടി. ഇതല്ല ട്രൂ ലവ്. കൊള്ളരുതാത്ത നമ്മളെ, പാരകളായിരുന്ന നമ്മളെ ദൈവം തമ്പുരാൻ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പിടിക്കാത്ത ആളുകൾ മുന്നിൽ വരുമ്പോഴും ആ സ്നേഹം പ്രദർശിപ്പിക്കപ്പെടണം. ചിലപ്പോൾ അത് പ്രദർശിക്കപ്പെടുമ്പോൾ നമുക്ക് കയ്യെ തട്ട് കിട്ടും, പ്രശ്നങ്ങളുണ്ടാകും. സ്റ്റിൽ ലവ് ദം ആൻഡ് ലവ് ദം ആൻഡ് ലവ് ദം. അതിലൂടെ എന്ത് കിട്ടും പാസ്റ്ററെ? ഒന്ന്, നാം രക്ഷിക്കപ്പെട്ടെന്നുള്ളതിൻ്റെ തെളിവാണ് നാട്ടുകാർ നമ്മളെ വായിക്കുകയാണ്. ബൈബിൾ വായിക്കാത്തവൻ നിന്നെ വായിക്കുകയാണ്, നിന്റെ കുടുംബത്തെ വായിക്കുകയാണ്, നിന്റെ കുഞ്ഞുങ്ങളെ വായിക്കുകയാണ്. ഹി മസ്റ്റ് സീ ക്രൈസ്റ്റ്. ബൈബിൾ അവൻ വായിക്കത്തില്ല, പക്ഷെ നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെയും വായിക്കുകയാണ്. നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ടവർ നിങ്ങളെ വായിക്കുകയാണ്. പരാജയം ഒത്തിരി വന്നിട്ടുണ്ടല്ലേ? കണ്ണുകൾ ദൈവസ്ഥലിൽ അടയ്ക്കാം.